Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം ഉണ്ട്. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് 7 സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ പ്രൂഫ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇസഡ് ട്രാൻസ്ഫോം. അതുപോലെ 2015 സ്കീം 19 സ്കീമിനും കോമൺ ആണ്. അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. നോർമലി ക്വസ്റ്റ്യൻസിനകത്ത് സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. First question, find the isotransform transform of x of n equals delta n. Delta n means നമുക്കറിയാം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. ഇമ്പൾസ് സിഗ്നൽ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെൽറ്റ n ഈക്വൽസ് 1 for n equal to 0, 1 for n equal to 0 and equal to 0 for n not equal to 0. അതാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഡെൽറ്റ n മീൻസ് n ഈക്വൽ ടു 0 മാത്രം ഒരു വാല്യൂ കാണും, ബാക്കി എല്ലാ വാല്യൂസിലും അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഡെൽറ്റ n എന്ന് പറയുന്നത്. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതുക. x ഓഫ് z ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് -∞ to ∞ x ഓഫ് n z റേസ് ടു -n. അതാണ് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ. അതിനകത്ത് ഇവിടുത്തെ x ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ n ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is equal to summation n equals -∞ to ∞ x of n വരെ നമ്മളിവിടെ ഡെൽറ്റ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡെൽറ്റ ഓഫ് n ഇൻറ്റു z റേസ് ടു -n എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് സമ്മേഷൻ ആണ്, -∞ to ∞ ആണ് ഇതിന്റെ സമ്മേഷൻ വരുന്നത്. പക്ഷേ നമുക്കറിയാം ഡെൽറ്റ എന്നിന്റെ വാല്യൂ n ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സമ്മേഷൻ -∞ to ∞ ആണ് നമ്മളിവിടെ സം ചെയ്യുന്നത്. പക്ഷേ ഡെൽറ്റ എന്നിന്റെ വാല്യൂ n ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 0 മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 ഡെൽറ്റ 0 z റേസ് ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ എന്താ? ഡെൽറ്റ 0 എൻ്റെ വാല്യൂ 1 ആണ്. സോ ആൻസർ വിൽ ബി 1. ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ ഡെൽറ്റ n ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി ഈക്വൽ ടു 1 വരും. ഇതിന്റെ ROC എന്ന് പറയുന്നത് എൻറ്റയർ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. എൻറ്റയർ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ n ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ഡെൽറ്റ 0 z റേസ് ടു 0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു സമ്മേഷനകത്ത് -∞ to ∞ ഉണ്ട്, പക്ഷേ ഡെൽറ്റ ന്റെ വാല്യൂ n ഈക്വൽ ടു 0 മാത്രമേ അതിന്റെ വാല്യൂ 1 ആയിട്ടുള്ളൂ. ഇതാണ് അതിന്റെ പ്രൂഫ് വരുന്നത്. ഇമ്പൾസ് സിഗ്നലിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിന്റെ ROC എൻറ്റയർ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് x of n ഈക്വൽസ് u of n. u of n മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. സ്റ്റെപ്പ് സിഗ്നൽ ആണ്. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സിഗ്നൽ വരയ്ക്കുകയാണെങ്കിൽ u of n എന്ന് വെച്ച് കഴിഞ്ഞാൽ u of n will be equal to 1 for n greater than or equal to 0, equal to 0 for n less than 0. നമ്മളുടെ യൂണിറ്റ് സ്റ്റെപ്പിന്റെ ഡെഫിനിഷൻ ആണ് വരുന്നത്. അതായത് 0 തൊട്ട് ഹയർ വാല്യൂസ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. അങ്ങോട്ടുള്ള ഹയർ വാല്യൂസിലെല്ലാം യൂണിറ്റ് സ്റ്റെപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും, ഇൻക്ലൂഡിങ് 0 ആണ്. അതാണ് ഈക്വൽ ടു 1 for n greater than or equal to 0, equal to 0 for n less than 0. This is n value and this is u of n value. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഇക്വേഷനും അതുപോലെ ഫിഗറും ഒന്ന് വരച്ചേക്കണം. ഇനി നമുക്കിവിടെ u of n ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ വരുന്നത് x ഓഫ് z ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് -∞ to ∞ x ഓഫ് n z റേസ് ടു -n ആണ്. ഇവിടെ നമുക്ക് x ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ u ഓഫ് n ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് -∞ to ∞ x ഓഫ് n ഹിയർ u ഓഫ് n z റേസ് ടു -n ആണ്. ഇവിടുത്തെ സമ്മേഷൻ -∞ to ∞ ആണ്, പക്ഷേ നമ്മളുടെ യൂണിറ്റ് സ്റ്റെപ്പിന്റെ കേസിൽ 0 തൊട്ടേ വാല്യൂസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സമ്മേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? സമ്മേഷൻ n ഈക്വൽസ് 0 to ∞, u ഓഫ് n വാല്യൂ 1 ആണ്. സോ 1 into z റേസ് ടു -n എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എഴുതി. അതിനകത്ത് x ഓഫ് n u ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u ഓഫ് n വാല്യൂ റേഞ്ചസ് ഓൺലി ഫ്രം 0 to ∞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u ഓഫ് n വാല്യൂ 1 ആണ്, റേഞ്ചും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു z റേസ് ടു -n കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ 0 to ∞. ഇവിടെ z റേസ് ടു -n നമുക്ക് എങ്ങനെ എഴുതാം? z റേസ് ടു -1 ഹോൾ റേസ് ടു n എന്ന് എഴുതാം. രണ്ട് സെയിം തന്നെ അല്ലേ? z റേസ് ടു -1 ഹോൾ റേസ് ടു n എന്ന് എഴുതാം. ഇനി
ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്, 0 to infinity എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആദ്യം n 0 കൊടുക്കുമ്പോഴത്തേക്ക് z raised to 0 വരും, 1 വരും, പ്ലസ് സമ്മേഷൻ ആയിട്ട് പ്ലസ്. ഇനി n 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? z raised to -1 കിട്ടും, സമ്മേഷൻ പ്ലസ്. n 2 കൊടുക്കുമ്പോഴത്തേക്ക് z raised to -1 the whole square പ്ലസ് 3 കൊടുക്കുമ്പോഴത്തേക്ക് z raised to -1 the whole cube പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ഈ ഒരു സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫോമിലാണ് വരുന്നത്. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, ഇവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇൻവേഴ്സ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് ഫോമിലാണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഫോമിലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ആണ്. ഈ ഒരു സം കൺവേർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഈ മോഡ് എക്സ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ഇത് ഈ കിട്ടിയ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജനറൽ ഫോം 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഫോമാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ്. ആ ഒരു ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് മോഡ് എക്സ് ലെസ് ദാൻ 1 വാല്യൂ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. എന്ത് കിട്ടും? എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് 1 ബൈ 1 മൈനസ് എക്സ്, ഇവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 ബൈ 1 മൈനസ് എക്സ്, ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ് വരും. അതിൻ്റെ കണ്ടീഷൻ എന്താ വരുന്നത്? മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. ഇവിടുത്തെ മോഡ് എക്സ് എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1 വരും. ഇതിനെ നമുക്ക് 1 ബൈ ഇസഡ് ലെസ് ദാൻ 1 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. ഓക്കെ, ഇപ്പുറ സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഫോർ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. ദിസ് ഈസ് ROC. ഇതിന് നമുക്ക് എന്തെഴുതാം? ദിസ് ഈസ് ഓൾസോ റിട്ടൺ ആസ്, ഇവിടെ എന്ത് വരും? ഇവിടെ ഈ ഇസഡ് ഇൻവേഴ്സിനെ 1 ബൈ ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ROC എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് എൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം വരുന്നത് യു ഓഫ് എന്നിൻ്റെ ട്രാൻസ്ഫോം ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി, ഇവിടെ നമ്മൾ കിട്ടിയ റിസൾട്ട് എന്താണ്? ഇസഡ് ബൈ ഇസഡ് മൈനസ് 1, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 വിത്ത് ROC എന്താ വരുന്നത്? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് 1 ആണ് നമ്മളുടെ പോൾ വരുന്നത്. അപ്പോൾ അതിലേക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്കിൾ വരയ്ക്കും, ഡ്രോ ചെയ്യും. ഇവിടെ മോഡ് ഇസഡ് വാല്യൂ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും? ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ROCയും കൂടെ മെൻഷൻ ചെയ്യണം. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്ത് എക്സ് ഓഫ് എന്നിന് നമ്മൾ യു ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോം നമ്മൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1ഉം അതിൻ്റെ ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കാര്യം നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ അതിൻ്റെ ROC വരുന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എളുപ്പമല്ലേ? നമ്മൾ സെക്കൻഡ് എന്താ ചെയ്തത്? ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആ സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഇക്വേഷനും അതിൻ്റെ ഫിഗറും ഡ്രോ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എടുത്തു. അതിൽ എക്സ് ഓഫ് എൻ യു ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് യു ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to infinity ഉള്ളൂ. അതുപോലെ തന്നെ യു ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഈ റിസൾട്ടിൽ വരും. ദാറ്റ് ഈസ് 1 ബൈ 1 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 വാല്യൂ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ എക്സ് എന്ന് വെച്ചാൽ ഇസഡ് ഇൻവേഴ്സ് ആണ്. സോ 1 ബൈ 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് വരും. അപ്പോൾ ഇസഡ് ഇൻവേഴ്സിനെ 1 ബൈ ഇസഡ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 കിട്ടും. വിത്ത് ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. 1 എന്ന് പറയുന്നതാണ് പോൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ROC ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ പോൾ മാർക്ക് ചെയ്തു. അതിലേക്കൂടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. അപ്പോൾ അത് മോഡ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. ROC ഹിയർ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. സോ ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽസ് എൻ യു ഓഫ് എൻ ആണ്. ഓക്കെ, ഇത് എന്ത് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാമ്പ് സിഗ്നലാണ്. റാമ്പ് സിഗ്നൽ അതെങ്ങനെയാണ് വന്നതെന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് n ഇവിടെ വരുന്നത് എക്സ് ഓഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്നിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഈ വാല്യൂ 0 വരും.
ഇനി എന്നിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് 1 ഇൻറ്റു യു ഓഫ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? എൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ഇങ്ങനൊരു സിഗ്നൽ വരും. ഇനി അടുത്ത എന്നിന് 2 കൊടുക്കുമ്പോഴത്തേക്കോ ഇവിടുത്തെ പൊസിഷനാണ്. പൊസിഷൻ എന്ന് പറയുന്നത് 0, 1, 2, 3 ഇങ്ങനത്തുള്ള വാല്യൂസാണ്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. 2 കൊടുക്കുമ്പോഴത്തേക്ക് 2 ഇൻറ്റു യു ഓഫ് n വരും. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് വരും? 2 വരും. 3 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു യു ഓഫ് 3 എന്ന് വരും. അപ്പോൾ എന്തൊരു 3 വരും. ഇതെന്താണ്? ആക്ച്വലി ഒരു ഡിസ്ക്രീറ്റ് റാമ്പ് സിഗ്നലാണ്, ആർ ഓഫ് എൻ ആണ്. ഓക്കെ, എൻ യു ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിറ്റ് റാമ്പ് സിഗ്നലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് എൻ യു എന്ന് തന്നിരിക്കുന്നത് അറിഞ്ഞിരിക്കണം. എൻ യു ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റാമ്പ് സിഗ്നൽ, ഡിസ്ക്രീറ്റ് റാമ്പ് സിഗ്നൽ ആർ ഓഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ ആർ ഓഫ് എന്നിൻ്റെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇസഡ് ട്രാൻസ്ഫോം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നോർമൽ പ്രൊസീജിയർ, ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതും. എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റൈസ് ടു മൈനസ് എൻ. ഇനി എന്ത് ചെയ്യും? എക്സ് ഓഫ് എന്നിന് നമ്മൾ എൻ യു ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് സമ്മേഷൻ n ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഹിയർ എക്സ് ഓഫ് എൻ എന്ന് വെച്ചാൽ എൻ യു ഓഫ് എൻ ആണ്, ഇസഡ് റൈസ് ടു മൈനസ് എൻ വരും. ഇനി എൻ യു ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നിട്ടുള്ളൂ 0 തൊട്ടേ അപ് ടു ഇൻഫിനിറ്റി വരെ പോകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ എന്ത് വരും? സമ്മേഷൻ എൻ റേഞ്ചസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ആണ്. എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. എൻ യു ഓഫ് എൻ്റെ വാല്യൂ എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. എൻ ഇപ്പോൾ ഇവിടെ എന്ത് വരും? n ഇൻറ്റു 1 ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ വരും. ഓക്കെ, ഇതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എന്നിന് ഇസഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സെയിം ആണ്. ഇസഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു n എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു സമ്മേഷൻ ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്നിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് 0 കിട്ടും. അടുത്ത എന്നിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എന്നിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഇസഡ് റൈസ് ടു മൈനസ് 1 കിട്ടും. പ്ലസ് സമ്മേഷൻ ആയിട്ട് പ്ലസ് എന്നിന് 2 കൊടുക്കുമ്പം 2 ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് 1 ഹോൾ സ്ക്വയർ വരും. 3 കൊടുക്കുമ്പം പ്ലസ് 3 ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വരും. പിന്നെ അത് ഇസഡ് ഇൻവേഴ്സ് ഞാൻ കോമൺ എടുക്കുകയാണ്. ഈ ഒരു എക്സ്പ്രഷൻ അത് ഇസഡ് ഇൻവേഴ്സ് കോമൺ എടുക്കുകയാണ്. സോ ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് 2 ഇസഡ് റൈസ് ടു മൈനസ് 1 പ്ലസ് 3 ഇസഡ് റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് വരുന്നത്. അതായത് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനത്തുള്ളൊരു സീരീസ് വരികയാണെങ്കിൽ ഇപ്പം 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ, ഇവിടെ x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇൻവേഴ്സ് ആണെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരികയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനത്തുള്ള ഒരു എക്സ്പ്രഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര സീരീസ് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വരുന്നത് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. വിത്ത് അതിൻ്റെ കൺവേർജൻസ് വാല്യൂ വരുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, സം കൺവേർജസ് ടു എ ഫൈനൈറ്റ് വാല്യൂ ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. ഇവിടെ നമ്മൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇവിടെ ദിസ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഈ ഒരു ഫോമാണ് വരുന്നത്. ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. എന്ത് കിട്ടും? എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു നമ്മളുടെ ഈ റിസൾട്ട്. അപ്പോൾ ഇവിടെ എക്സിന് ഇസഡ് ഇൻവേഴ്സ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇസഡ് ഇൻവേഴ്സ് വെച്ചാൽ 1 ബൈ ഇസഡ് ആണ്. സോ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വരും. അതിൻ്റെ ROC എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1 ആണ്. അപ്പം ദാറ്റ് ഈസ് മോഡ് 1 ബൈ ഇസഡ് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് മോഡ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇതാണ് അതിൻ്റെ ROC വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് അടുത്ത ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ യു ഓഫ് എൻ ആണ്. എൻ യു ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി ഇതാണ് റിസൾട്ട് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. NUN അല്ലെങ്കിൽ റാമ്പ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം
പറയുന്നത് z by z minus 1 the whole square or ROC mod z greater than 1. ഇവിടെ നമ്മൾ രണ്ടിടത്തും ഈ സീരീസിന്റെ റിസൾട്ട് ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 plus x plus x square plus x cube ആ ഫോമിലായിരുന്നു വരുന്നത്. അപ്പോൾ 1 by 1 minus x mod x less than 1 ആണ്. അടുത്ത ഈ ഒരു കേസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 plus 2x plus 3x square ആ ഫോമാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 by 1 minus x the whole square. കണ്ടീഷൻ ഫോർ mod x less than 1 കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കണ്ടീഷന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടി. നമ്മൾ 3 റിസൾട്ട് z ട്രാൻസ്ഫോമിന്റെ 3 റിസൾട്ട് നമ്മളിപ്പം പ്രൂവ് ചെയ്തു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, find the z transform of x of n equals e raised to minus j omega not n u of n. ഓക്കെ, ഇത് ഇ റൈസ് ടു ജെ വരുമെന്ന് വെച്ചാൽ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണ്. ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ ആണ്. അപ്പോൾ ഇതിന്റെ കേസിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എ റൈസ് ടു എൻ യു ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ദ ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എഴുതിക്കൂടെ? ഇതിനെ നമ്മളൊന്ന് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എഴുതാം. അപ്പോൾ ഇത് എന്തായിട്ട് എടുക്കാം? ഇതിൻ്റെ കേസിൽ എ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എന്ത് ഫോമാണ്? എ റൈസ് ടു എൻ യു ഓഫ് എൻ ഫോമാണ്. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇവിടെ എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ആണ്. ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഹിയർ ഈസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ആണ്. ഓക്കെ, ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ആണ്. അതിന്റെ ROC എന്ന് പറയുന്നത് ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് ഇ റൈസ് ടു ജെ മൈനസ് ജെ ഒമേഗ നോട്ട് വരെ ഈ വാല്യൂ. കാരണം ഇതൊരു യു ഓഫ് എൻ വന്നിട്ടുണ്ട്. യു ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് സൈഡ് സിഗ്നലാണ്. റൈറ്റ് സൈഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് എ ആ വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ടാണ്. ഇനി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം കോസ് ഒമേഗ നോട്ട് മൈനസ് ജെ സൈൻ ഒമേഗ നോട്ടാണ്. ഓക്കെ, ഓയിലേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് ഇ റൈസ് ടു മൈനസ് ജെ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എടുക്കേണ്ടത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തൊരു റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇതിന്റെ റിയൽ സ്ക്വയർ എന്താ? കോസ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ സൈൻ ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് വരും. അപ്പം റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവരും? 1 വരും. ഈ ROCനെ നമുക്ക് എങ്ങനെ എഴുതാം? ROC എന്ന് വെച്ചാൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ദിസ് ഈസ് സെയിം ആസ് 1 ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ റിസൾട്ട്. ഈ എക്സ്പോണൻഷ്യലിന്റെ ഡയറക്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ട് എഴുതാൻ പറ്റും. എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്ത് എങ്ങനെയാണ്? നമ്മൾ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ടിന് ഹോൾ റൈസ് ടു എൻ യു എൻ എടുത്തു. ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നമ്മൾ എ ആയിട്ട് എടുത്തു. ഇപ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഹിയർ എ ഈസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട്. അതിന്റെ ROC യു ഓഫ് എൻ വന്നതുകൊണ്ട് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ആയിരിക്കും. യു ഓഫ് എൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അതൊരു റൈറ്റ് സൈഡിലായിരിക്കും. റൈറ്റ് സൈഡിന്റെ കേസിൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആണ്. ലെഫ്റ്റ് സൈഡിന്റെ കേസിലാണ് മോഡ് ഇസഡ് ലെസ് ദാൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ROC എന്ത് കിട്ടും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് കിട്ടും. ഓക്കെ, എളുപ്പം നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി 5th ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു 7 ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന 7 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ. അതും കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് ആയിരുന്നു, മൈനസ് ആയിരുന്നു. ഇത് ഇൻക്രീസിങ് ആണ്. ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ ആണ്. സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് ഇതും അതിന്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും എന്ത് എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എഴുതാൻ പറ്റും. അവർ എക്സ് ഓഫ് എൻ ഇത് എന്ത് ഫോമിലാണ്? ദിസ് ഈസ് ഓഫ് ദ ഫോം എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. എ റൈസ് ടു എൻ യു ഓഫ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഫോർ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആണ്. അതിവിടെ അപ്ലൈ ആണ്. ഹിയർ എ ഈക്വൽ ടു എന്താ? ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ആണ്. സോ എന്ത് കിട്ടും? എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. എ ഹിയർ ഈസ്
e raised to j omega naught വരും. For ROC എന്ത് വരും? mod z greater than mod a. Mod a here e raised to j omega naught. So e raised to j omega naught എന്ന് വെച്ച് കഴിഞ്ഞാൽ cos omega naught plus j sin omega naught ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണ്ടത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് cos omega naught square plus sin omega naught square എന്ന് വരും. അതിൻ്റെ വാല്യൂ 1 വരും. ഇവിടുത്തെ ROC എന്തായിരിക്കും വരുന്നത്? mod z greater than mod 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, x of n e raised to j omega naught n u of n-ന്റെ z ട്രാൻസ്ഫോം z by z minus e raised to plus j omega naught ROC mod z greater than 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ 6th സ്റ്റാൻഡേർഡ് സിഗ്നൽ z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് x of n equals sin omega naught n u of n. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട്സ് പഠിച്ചായിരുന്നു. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ലാപ്ലാസ് എന്താണ്, അതുപോലെ റാം സിഗ്നലിൻ്റെ ലാപ്ലാസ്, സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ലാപ്ലാസ്, എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ ലാപ്ലാസ്, സൈനിൻ്റെ ലാപ്ലാസ്, കോസിൻ്റെ ലാപ്ലാസ്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവേഴ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6th question, x of n equals sin omega naught n u of n. അപ്പോൾ അതിൻ്റെ z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഈ സൈൻ ഒമേഗ നോട്ട് n നമുക്ക് എങ്ങനെ എഴുതാം? e raised to j omega naught n minus e raised to minus j omega naught n divided by 2j എന്ന് വരും. ഓക്കെ, ഇൻ ടേംസ് ഓഫ് സൈനിനെ ഇൻ ടേംസ് ഓഫ് എക്സ്പോണൻഷ്യൽ എഴുതുന്നത്. ഓക്കെ, ഇൻറ്റു എന്ത് വരും? u of n വരും. അപ്പോൾ നമ്മളിവിടെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2j ഇൻറ്റു എന്തെഴുതാം? e raised to j omega naught n u of n മൈനസ് e raised to minus j omega naught n u of n എഴുതാം. ഓൾറെഡി നമ്മൾ കണ്ട ഈ റിസൾട്ടും നമ്മളിവിടെ ചെയ്തായിരുന്നു. e raised to j omega naught n u of n-ഉം അതുപോലെ e raised to minus j omega naught n u of n-ഉം. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ദിസ് ഈസ് അവർ എക്സ് ഓഫ് എൻ. ഇസഡ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് 1/2j ഇൻറ്റു ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ജെ ഒമേഗ നോട്ട് വരും. മൈനസ് ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ കേസിൽ ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇവിടെ മൈനസ് വരും. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ROC ഇതിൻ്റെ കേസിൽ എന്തായിരുന്നു? ROC mod z greater than 1 ആണ്. ഇതിൻ്റെ കേസിൽ mod z greater than 1 ആണ്. അപ്പം ഇതിൻ്റെ കോമൺ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? ROC വിൽ ബി mod z greater than 1 ആയിരിക്കും ഇതിൻ്റെ ROC. ദിസ് ഈസ് ദ ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സൈൻ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ അതിന് ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫോമുല നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അതിന് ഈ ഒരു ഫോമുല റീഅറേഞ്ച് ചെയ്തു. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ റൈസിങ്ങിൻ്റെത് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ജെ ഒമേഗ നോട്ട് വിത്ത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുപോലെ ഇ റേസ് ടു ഡിക്രീസിങ് എക്സ്പോണൻഷ്യലിൻ്റെത് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ആണ്. അതിൻ്റെ ROC സെയിം ആണ്. അപ്പോൾ കോമൺ ROC എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ്റെ ഫോമിലാക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇതിൻ്റെ കേസിൽ ഇവിടെ ഇസഡ് ഉണ്ട്, ഇവിടെ ഇസഡ് ഉണ്ട്. ഇസഡ് ഞാൻ കോമൺ എടുക്കുകയാണ്. സോ ഇസഡ് ബൈ 2j ഇൻറ്റു റിമൈനിങ് 1 z മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് മൈനസ് 1 z മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട്. ഇവിടെ എന്ത് ചെയ്തു? ഈ ഇസഡിനെയും ഔട്ട് സൈഡ് ഉണ്ടെന്ന്. ബാക്കി റിമൈനിങ് ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നമ്മൾ LC എടുക്കുകയാണ്. അപ്പോൾ ഇസഡ് ബൈ 2j ഔട്ട് സൈഡ് ബ്രാക്കറ്റ് ആണ്. ഇതിൻ്റെ LC എടുക്കുമ്പോഴത്തേക്ക് ഇസഡ് മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് മൈനസ് ഇസഡ് പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ബൈ 2j ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് റിമൈനിങ് വരുന്നത് നമ്മൾ ഈ ഒരു റിസൾട്ട് ഈ റേസ് ടു മൈനസ് ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ നോട്ടിന് ഇൻ ടേംസ് ഓഫ് നമുക്ക് സൈൻ എഴുതാൻ പറ്റും. ആ റിസൾട്ട് അവിടെ എഴുതുന്നത്. ഇവിടെ ഇസഡ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന ഈ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന് ഇൻ ടേംസ് ഓഫ് സൈൻ ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് 2j
സൈൻ ഒമേഗ നോട്ട് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് പ്ലസ് 1 എന്ന് കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 2j 2j ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെന്ത് വരും? ന്യൂമറേറ്ററിൽ ഇസഡ് ഇൻറ്റു സൈൻ ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? ഇതിനാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് കോസ് ഫോമിൽ എഴുതാം. കോംപ്ലക്സ് എക്സ്പെൻഷനിൽ ഇൻ ടേംസ് ഓഫ് കോസ് ഫോമിൽ എഴുതാം. കോസ് ഫോമിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇസഡ് സ്ക്വയർ മൈനസ് 2z കോസ് ഒമേഗ നോട്ട് പ്ലസ് 1 എന്ന് വരും. എൻ്റെ ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമിൽ എന്താ ചെയ്തത്? ഇതിൻ്റെ കേസിൽ ഇസഡ് കോമൺ എടുത്തു, LC എടുത്തിട്ട് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 2j എന്ന് പറയുന്നത് സൈൻ ഒമേഗ നോട്ടാണ്. അപ്പോൾ അതിന് ഇൻ ടേംസ് ഓഫ് സൈൻ ഒമേഗ നോട്ടിൽ എക്സ്പ്രസ് ചെയ്തു. ഇവിടെയും അതുപോലെ ഇതിനെ ഇൻ ടേംസ് ഓഫ് കോസ് ഒമേഗ നോട്ട് എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടും. ഇനി ലാസ്റ്റ് 7th ക്വസ്റ്റിലേക്ക് പോവുകയാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എക്സ് ഓഫ് എൻ ഈക്വൽസ് കോസ് ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ. എപ്പോഴും ഈ സൈൻ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ അതുപോലെ കോസ് ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ ഇതൊക്കെ എക്സാംസിന് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അതുപോലെ ഈ കോംപ്ലക്സ് എക്സ്പോണൻഷ്യലത് സ്റ്റെപ്പിൻ്റെത് ഇമ്പൾസിൻ്റെത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് സിഗ്നൽസാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് വരുന്നതാണ് കോസ് ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ. അതും നമ്മൾ സൈൻ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്ത സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിനെയും കോസ് ഒമേഗ നോട്ട് എൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഓയിലേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ദറ്റ് ഈസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് എൻ പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ ഡിവൈഡ് ബൈ 2 ആണ് കോസ് ഒമേഗ നോട്ട് എന്ന് പറയുന്നത്. ഹോൾ ഇൻറ്റു യു ഓഫ് എൻ വരും. അതായത് സൈനിനെയും കോസിനെയും ഇൻ ടേംസ് ഓഫ് എക്സ്പോണൻഷ്യൽ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ സൈൻ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ എക്സ്പോണൻഷ്യൽ ടേമിലുള്ള എക്സ്പ്രഷൻ എടുത്തു. ഇവിടെ കോസ് ഒമേഗ നോട്ട് എൻ എന്നപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പോണൻഷ്യലുള്ള എക്സ്പ്രഷൻ എടുത്തു. ഇനി എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഹാഫ് ഇൻറ്റു ഇത് വരും ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ പ്ലസ് ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ എന്ന് വരും. ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എടുക്കുകയാണ്. എക്സ് ഓഫ് എൻ്റെത് എക്സ് ഓഫ് ഇസഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഇൻക്രീസിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ടാണ് പ്ലസ് ഹാഫ് ഇൻറ്റു ഇതിൻ്റെയും റിസൾട്ട് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ്ങിൻ്റെത് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇവിടെ മൈനസ് ഇടുന്നേ ഉള്ളൂ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ടാണ്. ഇതിൻ്റെ ROC നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും ഈ സെക്കൻഡിനെയും ഇതുപോലെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യും? ഈ എക്സ് ഈ ഇസഡും കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇസഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് ഇസഡ് മൈനസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് പ്ലസ് 1 ബൈ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എന്ന് കിട്ടും. ഇവിടെ LC എടുക്കുകയാണ്. LC എടുക്കുമ്പോഴത്തേക്ക് ഇസഡ് ബൈ 2 ഇൻറ്റു ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് പ്ലസ് ഇസഡ് മൈനസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ഡിവൈഡ് ബൈ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ഇസഡ് മൈനസ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എന്ന് കിട്ടും. ഇനി ദിസ് ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇസഡ് ഇവിടെ 2z വരും. ദാറ്റ് ഈസ് ഇസഡ് ബൈ 2 ഇൻറ്റു 2z മൈനസ് ഇതിനെ ഇ റൈസ് ടു മൈനസ് കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ ടേംസ് ഓഫ് കോസ് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 2 കോസ് ഒമേഗ നോട്ട് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ ചെയ്ത പോലെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഇസഡ് സ്ക്വയർ മൈനസ് 2z കോസ് ഒമേഗ നോട്ട് പ്ലസ് 1 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടത്തേക്ക് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് കോസ് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ്
2z cos omega naught plus 1 എന്ന് വരും. ROC mod z greater than 1. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതായത് കോസ് ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ്റെ z ട്രാൻസ്ഫോം വിൽ ബി z ഇൻറ്റു z മൈനസ് കോസ് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 2z cos omega naught plus 1 with ROC mod z greater than 1. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൽ സൈൻ ഒമേഗ നോട്ട് എൻ യു എഫ് എൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ കോസ് ഒമേഗ എൻ യു എഫ് എൻ ചോദിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് എക്സ്പെൻഷൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പൾസ് സ്റ്റെപ്പ്, ഇതെല്ലാം സ്ഥിര എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ z ട്രാൻസ്ഫോംസ് ആണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 7 സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓർക്കേണ്ട കാര്യം, കോംപ്ലക്സ് എക്സ്പെൻഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് എ റൈസ് ടു എൻ യു എഫ് എൻ റിസൾട്ടാണ് എടുത്തത്. അതുപോലെ സൈൻ ഒമേഗ നോട്ട് എൻ യു എഫ് എൻ വരുമ്പോഴത്തേക്ക് അതിനെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് എക്സ്പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് അപ്ലൈ ചെയ്ത്, അതുപോലെ അതിനാണെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇ റേസ് ടു ടേമിനെ കോസിലേക്ക് സൈനിലേക്കും കൊണ്ടുവന്ന് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്തായിരുന്നു. അതുപോലെ കോസ് ഒമേഗ നോട്ട് എൻ യു എഫ് എൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഓവലേസ് ഇക്വേഷൻ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് എൻ യു എഫ് എൻ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ ബൈ 2 ആണ്. സൈൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മൈനസും ഇവിടെ ഒരു 2j വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബി ടെക് മെഡിസി.